ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ അട്ടിമറിക്കാരൻ സയ്യിദ് ഷൂജ അങ്ങ് ലണ്ടനിൽ നടത്തിയ വെളിപ്പെടുത്തലിന്റെ പ്രതിഫലനം ഇവിടെ ഇന്നലെ ഉണ്ടായി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ദില്ലി പോലീസിനെ സമീപിച്ച് ഈ ഹാക്കർക്കെതിരെ, അതായത് സയ്യിദ് ഷൂജയ്ക്കെതിരെ, മുഖം മറച്ചിരുന്ന സയ്യിദ് ഷൂജയ്ക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടു. അതാണ് ഒരു പ്രതിഫലനമെങ്കിൽ, രണ്ടാമത്തേത് കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടയുടെ കാർ അപകട മരണത്തെപ്പറ്റി ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് അയാളുടെ തന്നെ അനന്തരവൻ ധനഞ്ജയ് മുണ്ടെ രംഗത്തെത്തുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ NCP നേതാവാണ് ധനഞ്ജയ് മുണ്ടെ. ആ നിലയ്ക്ക് രണ്ട് പ്രതിഫലനങ്ങൾ ഈ വെളിപ്പെടുത്തലുമായി ഇന്ത്യയിൽ സംഭവിക്കുമ്പോൾ ആ പ്രതികരണങ്ങളൊന്നും, അല്ലെങ്കിൽ സയ്യിദ് ഷൂജ നടത്തിയ വെളിവാക്കൽ വെറുതെയായില്ല എന്നാണ് അത് കാണിക്കുന്നത്. ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയനാണ് ലണ്ടനിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. വലിയ ഒരു വെളിവാക്കൽ വരുന്നു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രംഗവുമായി ബന്ധിപ്പിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയനാണ് ലണ്ടനിൽ ആ പരിപാടി സംഘടിപ്പിച്ചത്. ആ മീറ്റിംഗിലേക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷണറെ അവർ ക്ഷണിച്ചിരുന്നു, കപിൽ സിബലിനെയും ക്ഷണിച്ചിരുന്നു. കപിൽ സിബൽ അവിടെ പോയി, കോൺഗ്രസ് നേതാവ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷണർ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. അതിൽ വെച്ചാണ് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ മുഖം മറച്ച് അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം തേടിയ ഷൂജ ആ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചത്. ഇത് മറച്ചുവെക്കാൻ തെലങ്കാന BJP അധ്യക്ഷൻ G. കിഷൻ റെഡ്ഡിയുടെ ഫാം ഹൗസിൽ 11 പേരെ വെടിവെച്ചു കൊന്നുവെന്നും ഷൂജ പറഞ്ഞിരുന്നു. അതിലും ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടായി. ഏതായാലും ഷൂജയുടെ വെളിപ്പെടുത്തലുമായി ബന്ധിപ്പിച്ച് അയാൾക്കെതിരെ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഗോപിനാഥ് മുണ്ടയുടെ മരണത്തെക്കുറിച്ച് BJPയുടെ നേതൃത്വം ഒന്നും മിണ്ടുന്നില്ല, തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. 2, തെലങ്കാന കൊലപാതകത്തെ സംബന്ധിച്ച് ഫാം ഹൗസിൽ 11 പേരെ വെടിവെച്ചു കൊന്നു എന്നും ആ കൊലപാതകം അടുത്ത് തന്നെ നടന്ന ഒരു മതലഹളയിൽ തട്ടി കിഴിച്ചു എന്നുമാണ് ഷൂജ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് പരിശോധിക്കാനും തയ്യാറാകുന്നില്ല. തീർന്നില്ല, ഈ സയ്യിദ് ഷൂജ എന്ന് പറയുന്നയാൾ എപ്പോഴെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവോ എന്നും അയാൾ എന്തു ഭയന്നാണ് അമേരിക്കയിലേക്ക് അഭയം തേടിയത് എന്നും ഉള്ള കാര്യങ്ങളും അന്വേഷിക്കാൻ മിനക്കെടുന്നില്ല നമ്മുടെ ഏജൻസികൾ. അതായത് സയ്യിദ് ഷൂജയെ സംബന്ധിച്ച് ഒന്നും അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ, കേന്ദ്ര സർക്കാരിനും ആ അന്വേഷണം അത്ര തൃപ്തികരമായി തോന്നാത്തത് കൊണ്ട്, പഥ്യമായി തോന്നാത്തത് കൊണ്ട് എന്തെല്ലാമോ കാര്യങ്ങൾ അവിടെയും മറച്ചുവെക്കപ്പെടുന്നുവോ എന്ന സന്ദേഹം ജനിക്കുന്നത് സ്വാഭാവികമാണ്. ഏതായാലും ഇന്നലത്തെ സംഭവഗതികളെ മുൻനിർത്തി ഇന്ന് ദേശാഭിമാനിയുടെ വാർത്ത വരുന്നു. സേവ് ഇന്ത്യ എന്ന പേജിലാണ് എല്ലാം അട്ടിമറിച്ചു. 2014 തെരഞ്ഞെടുപ്പ് ഫലം ഒരു അട്ടിമറിയുടെ ഉൽപ്പന്നമായിരുന്നു എന്ന് വെളിവാക്കപ്പെട്ടതോടെ എല്ലാം അട്ടിമറിച്ചു എന്ന ശീർഷകത്തിൽ അതേ സംബന്ധിച്ച വാർത്താ പരിചിന്തനം നടത്തുന്നു ദേശാഭിമാനി ഇന്ന്. കാണുക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഗുജറാത്ത് ഉൾപ്പെടെ ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയെന്ന സൈബർ വിദഗ്ധൻ സയ്യിദ് ഷൂജയുടെ വെളിപ്പെടുത്തലിൽ വിവാദം മുറുകുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 2 മാസം ശേഷിക്കെയാണ് ഇത് എന്നതും ശ്രദ്ധേയം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന VS സമ്പത്തും 2014 നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന കാർ അപകടത്തിൽ മരിച്ചുപോയ ഗോപിനാഥ് മുണ്ടെ അടക്കം പല ഉന്നതരുടെയും പേരുകൾ പുറത്തു വന്നു. മുണ്ടെ കാർ അപകടത്തിൽ മരിച്ചതല്ലെന്നും കൊല്ലപ്പെട്ടതാണെന്നുമുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനന്തരവൻ ധനഞ്ജയ് മുണ്ടെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.
ആ അർത്ഥത്തിൽ വലിയ പ്രതിഫലനങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായി. ആ വാർത്തകളാണ് നമുക്കിന്ന് പത്രങ്ങൾ തന്നിരിക്കുന്നത്. ഇതൊക്കെ ശേഷവും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സാധുതയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറയുന്നത് അതും കാണാം. സാധ്യമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കമ്മീഷൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റാൻ സാധ്യമേയല്ല എന്ന് ഈ ഉറച്ചു നിൽക്കേണ്ട കാര്യമെന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുവോ അത് നടത്തിയെടുക്കുക എന്നതാണ് അവർ അർപ്പിതമായിരിക്കുന്ന ജോലി. അതിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണമോ അതോ ബാലറ്റ് പേപ്പർ മതിയോ എന്നൊന്നും തീരുമാനിക്കാനുള്ള അവകാശമൊന്നും സർക്കാരിനോളം ഇല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാശി പിടിക്കുന്നു. EVM മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റുന്ന പ്രശ്നമേയില്ല. മാറ്റിയാൽ എന്ത്? ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു വിധത്തിലുള്ള തട്ടിപ്പും സാധ്യമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിഷയത്തിൽ ഏതു തരത്തിലുള്ള നിയമ നടപടി സാധ്യമാകുമെന്ന് പരിശോധിച്ചു വരികയാണ്. ഇപ്പോഴത്തെ പ്രചോദിതമായ ചെളിവാരിയേറിൽ കക്ഷിയാകേണ്ടി വന്നതിനെ ഗൗരവതലത്തിൽ കാണുന്നു. വോട്ടിംഗ് യന്ത്രത്തിൽ തട്ടിപ്പ് സാധ്യമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ. ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഡെമോൺസ്ട്രേഷന് തയ്യാറാവുകയുണ്ടായി. അന്ന് ആ ഡെമോൺസ്ട്രേഷനിൽ പങ്കെടുത്ത ആം ആദ്മി പാർട്ടിയുടെ പ്രഗത്ഭനായ സാങ്കേതിക വിദഗ്ധൻ, ഇലക്ട്രോണിക് വിദഗ്ധൻ ഭരദ്വാജ്, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആ മീറ്റിംഗിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എപ്രകാരമാണ് അട്ടിമറി സംഘടിപ്പിക്കാനാവുക എന്ന് വിശദീകരിച്ചപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് നിങ്ങളുടെ മെഷീനിൽ വെച്ചാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലിരിക്കുന്ന മെഷീനിൽ അത് സാധ്യമല്ല. അപ്പോൾ ഭരദ്വാജ് പറഞ്ഞു, 20 മിനിറ്റ് ആ മെഷീൻ എൻ്റെ കയ്യിൽ തരിക, അത് അട്ടിമറിച്ച് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ തൊടാതെ കണ്ടാൽ മതി എന്ന നിലപാടെടുത്തവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് കയ്യിൽ കൊടുത്തിരുന്നുവെങ്കിൽ അപ്പോഴറിയാമായിരുന്നു അതിൻ്റെ സാധുത. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഒരു തരത്തിലുള്ള അട്ടിമറിയും അസാധ്യമാണ് എന്ന പൂർവ്വനിർണീതമായ തീരുമാനത്തിൽ നിൽക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു, ഇപ്പോഴും ഒരു സാധ്യതയുമില്ല നാം ഉപയോഗിക്കുന്ന മെഷീനിൽ കൃത്രിമത്വം കാണിക്കാൻ. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരവസരത്തിൽ പറഞ്ഞു, കൃത്രിമം സാധ്യമാണ് എന്നുകൂടി. പൂർവാപര വിരുദ്ധതയിലാണ് അതും വാർത്തയാക്കിയിരിക്കുന്നു ദേശാഭിമാനി. കാണുക, കൃത്രിമം സാധ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തെളിവ്. വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുമ്പോൾ കനത്ത ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കൃത്രിമം സാധ്യമാണെന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ തെളിവ്. വിവാദ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ പ്രതികരിച്ചത് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം സാധ്യമല്ലെന്നാണ്. എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ കഴിഞ്ഞ ദിവസം പാറ്റ്നയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ലവാസയുടെ വാദം പൊളിക്കുന്നു. അടുത്തിടെ നടന്ന വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നതായി സംശയിക്കുന്നുവെന്നാരോപിച്ച് ഒട്ടേറെ ബൂത്തുകളിൽ നിന്ന് പരാതി കിട്ടിയിരുന്നതായി അറോറ പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പരാതികൾ ലഭിക്കുമ്പോൾ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ട് ഈ മെഷീനുകളിൽ എന്ന നിലപാട് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഏതായാലും ഇത് മനുഷ്യനിർമ്മിതമായ ഒരു യന്ത്രമാണ്. ഡിജിറ്റൽ വേൾഡിൽ പലതര തിരിമറികൾ നടക്കുന്നുണ്ട്. നമ്മുടെ പണം ബാങ്കിൽ കിടക്കുമ്പോൾ നാം അറിയാതെ കബളിപ്പിക്കപ്പെടുകയും അത് വിഡ്രോ ചെയ്യപ്പെടുകയും ചെയ്യുന്ന അനുഭവം നമുക്കുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഫോണിൽ അതുമായി ബന്ധിപ്പിച്ച യാതൊരു വിവരങ്ങളും വരാതിരിക്കുകയും ആ വിഡ്രോവൽ രേഖ വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ പോലുമുണ്ട്. എന്തിന്, വൺ ടൈം പാസ്വേഡ് പോലും ഈസിയായി ചോർത്താൻ കഴിയുമെന്ന് വിദേശികൾ ഇവിടെ വന്ന് താമസിച്ച് നമ്മുടെ ATMകൾ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ തെളിയിക്കുകയും ചെയ്തു. ഡിജിറ്റൽ വേൾഡിന്റെ സവിശേഷത അതാണ്. സംഖ്യാപരമായാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു സംഖ്യാപരമായ സമീപനത്തിലൂടെ അതിൻ്റെ ഉള്ളുകള്ളികൾ വെളിവാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമെന്ന് പറയാനാകില്ല. അതുകൊണ്ട് വീണ്ടും ബാലറ്റിലേക്ക് പോകണം എന്ന മുറവിളി ഉയർന്നിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരും അതിനെ നയിക്കുന്ന നേതാക്കളും പ്രധാനമന്ത്രി അടക്കം നേരെ ചൊവ്വേ കാര്യങ്ങൾ ചെയ്യുന്ന ശീലമുള്ളവരായിരുന്നുവെങ്കിൽ, ക്രെഡിബിലിറ്റി തെളിയിക്കപ്പെട്ടവരായിരുന്നുവെങ്കിൽ ജനങ്ങൾ അത് വിശ്വസിക്കുമായിരുന്നേനെ. പക്ഷേ ക്രെഡിബിലിറ്റി തെളിയിക്കപ്പെടാത്ത നേതാക്കൾ ഏത് വിധേനയും ഭരണം നിലനിർത്തും എന്ന് തെളിയിച്ചിട്ടുള്ള നേതാക്കൾ രംഗത്തിരിക്കുമ്പോൾ വാക്കുകളെ വിശ്വസിക്കാൻ ഏറ്റവും ഉന്നതനായ നേതാവിൻ്റെ പ്രധാനമന്ത്രിയുടെ തന്നെ വാക്കുകളെ വിശ്വസിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയാതായിരിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇവിടെ സംശയാസ്പദമായ അവസ്ഥ സംജാതമായിരിക്കുന്നത്. ഇന്ന് വീക്ഷണം എന്ന പത്രം ഇതേ വിഷയം കൈകാര്യം ചെയ്യുന്നു. അതിൻ്റെ ലീഡ് വാർത്തയിൽ കാണുക, US ഹാക്കറുടെ വെളിപ്പെടുത്തൽ ഗൗരി ലങ്കേഷ് വധത്തിനും EVM അട്ടിമറിയുമായി ബന്ധമുണ്ട്. ഇന്നലത്തെ വാർത്ത തന്നെയാണ് ഇന്ന് കൊടുക്കുന്നു. മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടത് വോട്ടിംഗ് യന്ത്ര അട്ടിമറി പുറത്താകുന്നത് തടയാനായിരുന്നു എന്ന് US ഹാക്കർ സയ്യിദ് ഷൂജയുടെ വെളിപ്പെടുത്തൽ മാധ്യമ ലോകത്ത് ഞെട്ടലിനിടയാക്കി. ഷൂജ പറയുന്നതിന് പിന്തുണയുമായി ശക്തമായ തെളിവുകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ടെങ്കിലും ചില സൂചനകൾ തള്ളിക്കളയാനാകില്ലെന്ന് ഗൗരി ലങ്കേഷിന്റെ സുഹൃത്തുക്കൾ കരുതുന്നു. നാളെ ഇവിടെ എത്താൻ പോകുന്ന ആ കാര്യങ്ങൾ അതിൻ്റെ ചില സൂചനകൾ നൽകുന്നു. വീക്ഷണം ഇന്ന് തന്നെ മറ്റൊരു വാർത്ത കൂടി ഇതുമായി ബന്ധിപ്പിച്ച് വീക്ഷണം തരുന്നത് ഇങ്ങനെയാണ്. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകണമെന്ന് കോൺഗ്രസ്. രാജ്യം പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ആനന്ദ് ശർമ്മ ആവശ്യപ്പെട്ടു. AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ നിലയ്ക്ക് വീണ്ടും ബാലറ്റ് പേപ്പറിലേക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ട്. കാര്യം അവർ നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ പോകണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അതില്ലെങ്കിൽ മിനിമം 50% വോട്ടുകളുടെ എങ്കിലും VVPAT തെളിവ് വോട്ടർക്ക് ലഭിക്കണം. ആർക്കാണ് വോട്ട് ചെയ്തത് താൻ എന്ന് രേഖപ്പെടുത്തുന്ന ആ പേപ്പറാണ് VVPAT. അത് കിട്ടണം എന്നുകൂടി പറയുന്നു. കോൺഗ്രസ് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും BJP സർക്കാർ തയ്യാറല്ല, ഇലക്ഷൻ കമ്മീഷനും തയ്യാറല്ല. തയ്യാറാകാതിരുന്ന ആളുകൾ പെട്ടെന്ന് തയ്യാറാകുന്ന സാഹചര്യങ്ങൾ ചരിത്രത്തിൽ ധാരാളമായി ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഇതൊരവസാന വാക്കാണ് എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. ആ സർവീസ് നവീനമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ വിഭാവനം ചെയ്ത ഒരു കാര്യമാണ്. ആ സംവിധാനത്തിൽ എല്ലാ തലത്തിലും സംവരണം ഏർപ്പെടുത്തുന്നു എന്ന വാർത്ത വിവാദങ്ങൾ ഉണ്ടായ ഒരു വിഷയമായതുകൊണ്ട് ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു ഇന്ന് ദേശാഭിമാനി. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. വാർത്ത ഇപ്രകാരമാണ് ദേശാഭിമാനി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. കാണുക, കേരള ഭരണ സർവീസ് നിയമനത്തിന് എല്ലാ തലത്തിലും സംവരണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. 3 തലങ്ങളിലായാണ് നിയമനം. ഇതിൽ ആദ്യ തലമായ നേരിട്ടുള്ള നിയമനത്തിന് മാത്രമാണ് നിലവിൽ ചട്ടപ്രകാരം സംവരണം. തസ്തിക മാറ്റത്തിലൂടെ പ്യൂൺ മുതൽ നോൺ ഗസറ്റഡ് ഓഫീസർമാർ വരെയുള്ളവർക്ക് നിയമനം നൽകുന്നതാണ് രണ്ടാം തലം. ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നിയമനം നൽകുന്നത് മൂന്നാം തലവും. സർക്കാർ സർവീസിലുള്ളവർക്ക് തസ്തിക മാറ്റം വഴി നിയമനം നൽകുന്ന 2-3 തലത്തിൽ കൂടി സംവിധാനം ഏർപ്പെടുത്തുന്നതോടെ പിന്നോക്ക വിഭാഗത്തിന് അർഹമായ സംവരണം പൂർണ്ണമായും ഉറപ്പാക്കുമെന്ന് സർക്കാർ നയമാണ് എന്ന് ആ നയമാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് സർക്കാർ പറയുകയുണ്ടായി. ഏതായാലും 2-3 തലങ്ങളിലേക്ക് കൂടി ഇത് വികസിപ്പിച്ചതോടെ ഇതിനെ മുൻനിർത്തി വലിയ പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്ത KPCCക്ക് താൽക്കാലികമായെങ്കിലും വലിയ നിരാശ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാടാണത്. ആ നിലപാട് കേരളത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത്? അതിൽ വ്യത്യാസം വരും. 8 ലക്ഷം രൂപ 1000 സ്ക്വയർ ഫീറ്റ്
ഉള്ള വീട് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യാസം വരും എന്ന് കേരള സർക്കാർ പറഞ്ഞിരുന്നു. ആ വ്യത്യാസം എന്ത് എന്ന് മലയാള മനോരമ ഇന്ന് 1-ാം പേജിൽ തരുന്നു. ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന മുന്നോക്കക്കാരന് മാത്രമാണ് ഈ സംവരണം ലഭിക്കുക. ആദായ നികുതി നൽകുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക് സംസ്ഥാനത്ത് സാമ്പത്തിക സംവരണം നൽകില്ലെന്നും ഇതിന്റെ മാനദണ്ഡം LDF തീരുമാനിക്കുമെന്നും മന്ത്രി A.K. ബാലൻ. മുന്നോക്കക്കാർക്ക് 10% വരെ സാമ്പത്തിക സംവരണം എന്നാണ് കേന്ദ്ര നിയമത്തിൽ പറയുന്നത്. കേരളത്തിൽ ഇത് എത്ര ശതമാനം വേണമെന്നും LDF തീരുമാനിക്കും തുടങ്ങിയ വിശദാംശങ്ങളാണ് ഇന്ന് A.K. ബാലൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് ഒരു മിന്നൽ പരിശോധന നടത്തി. ആ മിന്നൽ പരിശോധനയുടെ വിവരങ്ങൾ ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുമ്പോൾ കഞ്ചാവ്, സ്വർണം, പണം ഒരു രേഖയുമില്ലാതെ ഇതെല്ലാം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരിക്കുന്നു. ആ മിന്നൽ പരിശോധനയിലൂടെ അത് കണ്ടെത്തപ്പോൾ ബേക്കലിൽ SIയുടെ മേശയിൽ നിന്ന് 125 ഗ്രാം കഞ്ചാവും പിടിച്ചു. ഒരു രേഖയുമില്ല. ആ നിലയ്ക്ക് എന്തൊക്കെ പോലീസുകാർ ചെയ്തുകൂടെയോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുടെ ഒരു ഭാഗം ഇങ്ങനെ: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ഉൾപ്പെടെ കണ്ടെത്തി. കാസർഗോഡ് ബേക്കൽ പ്രിൻസിപ്പൽ SI PK വിനോദ് കുമാറിന്റെ മേശയിൽ സൂക്ഷിച്ച 125 ഗ്രാം കഞ്ചാവാണ് പിടിച്ചത്. പല സ്റ്റേഷനിലും കേസിൽ പെടാത്ത വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നതായി കണ്ടെത്തി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പാറമട മാഫിയകളുമായി ബന്ധമുണ്ടെന്നും പണമിടപാട് കേസുകളിലും വാഹനാപകട കേസുകളിലും ശരിയായ അന്വേഷണം ഇല്ലെന്നുമുള്ള പരാതിയിലായിരുന്നു ഓപ്പറേഷൻ തണ്ടർ എന്ന പരിശോധന. കണക്കിൽപ്പെടാത്ത തുകയും സ്വർണവും കണ്ടെത്തി. സ്വർണം എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ പ്രളയത്തിൽ ഒഴുകി വന്നതാണ് എന്നാണ് പോലീസുകാർ മറുപടി പറഞ്ഞത്. അങ്ങനെ ഒഴുകി വന്ന സ്വർണം പാവപ്പെട്ടവർക്കൊന്നും കിട്ടാതെ പോലീസുകാർക്ക് തന്നെ കൃത്യമായി കിട്ടിയത് എത്ര നന്നായി എന്ന് തോന്നും. ഇന്ന് വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തരുന്നൊരു വാർത്ത മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയുമായി ബന്ധിപ്പിച്ച് മാതൃഭൂമി മുമ്പ് പ്രചരിപ്പിച്ച ഒരു കള്ളത്തരത്തെ സാധൂകരിക്കുകയും ആ കാര്യത്തെ മുൻനിർത്തി അവർ തന്നെ നടത്തുന്ന വിശദീകരണവും ഈ കാര്യത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ വിമാനയാത്ര വിവാദം സംബന്ധിച്ച വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മധുരയിൽ ദളിത് ശോഷൺ മുക്തി മഞ്ചിന്റെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പോയത് 2017 നവംബറിലാണ്. 2017 നവംബറിൽ ഒരു ഹെലികോപ്റ്ററിൽ മധുരയിലേക്ക് മുഖ്യമന്ത്രി പറന്നു. ആ പറന്നത് 2018 നവംബറിൽ എന്നും മാതൃഭൂമി വാർത്ത കൊടുത്തു. അതായത് പ്രളയത്തിന് ശേഷം അങ്ങനെ പറന്ന് പണം ദൂർത്തടിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ചിത്രമടക്കം ആ വാർത്ത മാതൃഭൂമി ബോധപൂർവം കൊടുത്തത്. കയ്യോടെ പിടിച്ചു, ഇത് 2017 ചിത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ആകെ ജാള്യതയായി. ആ കാര്യത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണമുണ്ട്. ഇനി ഈ കള്ളവാർത്ത കൊടുത്ത ലേഖകന്റെ വിശദീകരണവും തന്നിരിക്കുന്നു മാതൃഭൂമി, അതുകൂടി കാണണം. യാത്ര 2017 ലേഖകൻ സമ്മതിക്കുന്നു. അതിന് ചെലവായ 7.60 ലക്ഷം രൂപ അനുവദിച്ചത് 2019 ജനുവരി 19 ആരാണത് ചോദിച്ചത്? പ്രശ്നം 2018 ഈ യാത്ര നടന്നു എന്ന് പറഞ്ഞ നുണ, അതേ സംബന്ധിച്ച് ആണ് തർക്കം വന്നിരിക്കുന്നത്. സാമാന്യ മര്യാദയ്ക്ക് തെറ്റായി ആ വാർത്ത രേഖപ്പെടുത്തിയതിൽ ഖേദമുണ്ട് എന്ന് പറയുന്നതിന് പകരം മറ്റൊരു ഒരു ജസ്റ്റിഫിക്കേഷനിൽ അഭയം തേടുകയാണ് ലേഖകൻ ചെയ്യുന്നത്. പിണറായി വിജയനെ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കട്ടെ ഞങ്ങളുടെ വക ഒരു കള്ളക്കുത്തുകൂടി എന്ന നിലയ്ക്കാണ് ഇത് ബോധപൂർവം ചെയ്യപ്പെട്ടത് എന്ന് മാതൃഭൂമി പത്രത്തെ അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അത് കണ്ടുപിടിച്ചാൽ മാന്യമായി അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കാനുള്ള ധാർമ്മികത പോലും, ബേസിക് എത്തിക്സ് അതുപോലും ഈ പത്രത്തിന് ഇല്ലാതായിരിക്കുന്നു എന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. ആലപ്പാട് ഖനന സമരം അത് അവസാനിക്കാൻ പോകുന്നുവോ? ഇന്ന് മാധ്യമത്തിന്റെ അവസാന പുറം തരുന്ന ആ വാർത്ത അങ്ങനെ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആലപ്പാട് സമരം പ്രശ്നപരിഹാരത്തിന് സാധ്യത. ആലപ്പാട് പഞ്ചായത്തിലെ കരിമണൽ ഖനന വിരുദ്ധ സമിതിയുമായി R. രാമചന്ദ്രൻ MLA ചർച്ച നടത്തി.
സമരം രമ്യമായി പരിഹരിക്കുന്നതിന് സാധ്യതകൾ തെളിഞ്ഞതായാണ് വിവരം. ഖനനം പൂർണ്ണമായും നിർത്തണമെന്ന അഭിപ്രായത്തിൽ നിന്ന് അശാസ്ത്രീയ ഖനനം പൂർണ്ണമായും നിരോധിക്കണം എന്ന അഭിപ്രായത്തിലേക്ക് സമരസമിതി മാറുന്നു. സർക്കാരിന് അക്കാര്യത്തിൽ വിരോധമുണ്ടാകാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയെയും SNDP പ്രവർത്തകർ പിന്തുണയ്ക്കില്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വോട്ട് ചെയ്യാൻ പറയുന്നത് അവരുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. മംഗളം എന്ന പത്രം 1-ാം പേജിൽ സചിത്രമായി ആ വാർത്ത തരുന്നു. ഒരു മുന്നണിയെയും പിന്തുണയ്ക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഒരു മുന്നണിയെയും SNDP പിന്തുണയ്ക്കില്ല എന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അണികൾക്ക് തീരുമാനിക്കാം. ശബരിമല വിഷയം UDFന്റെ സർവനാശത്തിന് വഴിവെക്കും. BJP ഇതിലൂടെ നേട്ടമുണ്ടാക്കുമെന്നും LDFന് ഒരു ചുക്കും സംഭവിക്കില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇതൊക്കെ മാറി മാറി വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. തമ്പ്രാക്കന്മാരെന്ന് സ്വയം കരുതുന്നവരാണ് ഇപ്പോൾ അയ്യപ്പ സംരക്ഷണ സമിതിയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതിന് പോകാതിരുന്ന എന്റെ നിലപാട് ശരിയായിരുന്നു. ഒരു രാജാവും ഒരു ചങ്ങനാശ്ശേരിയും ഒരു തന്ത്രിയുമാണ് ശബരിമല സമരത്തിനു പിന്നിൽ. ദേവസ്വം ബോർഡുകളിലും 95% ക്ഷേത്രങ്ങളിലും സവർണാധിപത്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ സമരം തുടങ്ങിവെച്ചത് സുകുമാരൻ നായരുടെ കുൽസിത ബുദ്ധിയാണോ എന്ന സന്ദേഹമുണ്ട്. പന്തളത്ത് 2-3000 പെണ്ണുങ്ങൾ റോഡിലിറങ്ങിയപ്പോൾ കോൺഗ്രസിനും BJPക്കും അന്താളിപ്പുണ്ടായി. ഇനി കാര്യങ്ങൾ പിടിയിൽ കിട്ടില്ല. ഈ അവസരം ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യം ഈ നേട്ടം കൊയ്യണം. അങ്ങനെയാണല്ലോ അഭിപ്രായം മാറ്റി മറുകണ്ഠം ചാടിയത്. അത് തുടങ്ങിവെച്ചത് സുകുമാരൻ നായരായിരുന്നു. അതാണ് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, രാജകുടുംബവും തന്ത്രിയും ഒന്നുമില്ലാത്ത ആളുകളാണ്. പക്ഷേ അക്കാര്യത്തിൽ BJPയുടെ RSSന്റെ പിന്തുണ കൂടി കിട്ടി. അവർ തുടങ്ങിവെച്ച ഒരു കൃത്രിമ സമരമാണിത് എന്ന് വെള്ളാപ്പള്ളി പറയുന്നത് ശരിയാണ്. സ്ത്രീ പ്രവേശനം നടന്നപ്പോൾ നടക്കുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടു. ആ വിഷ്വൽസിലൊക്കെ അവർ കനകദുർഗയൊക്കെ കയറുമ്പോൾ ധാരാളം ഭക്തർ ഇടയ്ക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവരാരും ഇവരെ ശ്രദ്ധിക്കുന്നില്ല. RSSകാരുടെ കണ്ണിൽ പെട്ടില്ലെങ്കിൽ ആർക്കും കയറാം. അപ്പോൾ ആക്രമണകാരികളാണ് തടഞ്ഞുകൊണ്ടിരുന്നത്, ഭക്തരല്ല എന്ന് തെളിഞ്ഞു. ഈ സമരം നടത്തുന്നവർ വലതുപക്ഷ യാഥാസ്ഥിതിക ശക്തികളാണ് എന്ന് പറയുന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനാ ഭാഗം പൂർണ്ണമായും ശരി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഇതുവരെ കോർപ്പറേറ്റുകളുടെ സൗകര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന മോദിജിക്കും ഷാജിക്കുമൊക്കെ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ഒരു കഷ്ടകാലമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. അതുകൊണ്ട് അവർ ഒരു കാര്യം ചെയ്തു. ക്ഷേമ പെൻഷൻ തുക കൂട്ടാൻ കേന്ദ്ര നീക്കം. വോട്ടിന് വേണ്ടിയാണ്. ദീപിക അത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. വോട്ടിന് വേണ്ടി ക്ഷേമ പെൻഷൻ തുക കൂട്ടാൻ കേന്ദ്ര നീക്കം. വിധവ ഭിന്നശേഷി വാർദ്ധക്യ പെൻഷനുകൾ വർദ്ധിപ്പിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്നവർക്കും ഭിന്നശേഷിക്കാർക്കും വിധവകൾക്കുമുള്ള പ്രതിമാസ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഗ്രാമവികസന മന്ത്രാലയം ഈ സംബന്ധ നിർദ്ദേശം ധനമന്ത്രാലയത്തിന് മുന്നിൽ വെച്ചു. ഇവരുടെ പ്രതിമാസ പെൻഷൻ തുകയായി 200 രൂപയിൽ നിന്ന് 800 രൂപയായി വർദ്ധിപ്പിക്കും. കേരളത്തിൽ ഇപ്പോഴത് 1200 രൂപയാണ്. എത്ര പുറകിലാണ് കേന്ദ്രം. 200 രൂപയാണ് കൊടുക്കുന്നത്. എന്താകാൻ? ഏതായാലും അത് വർദ്ധിപ്പിക്കാനെങ്കിലും ആലോചിച്ചുവല്ലോ ഈ കേന്ദ്ര സർക്കാർ. അത്രയും നന്ന്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അദ്വൈതാശ്രമത്തിലെ സ്വാമി, ആ സ്വാമി ചിദാനന്ദപുരി, അദ്ദേഹത്തിന് നല്ല ഭാവിയുണ്ട് എന്ന് രാഷ്ട്രീയക്കാർ പറയുന്നു. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ശ്രീധരൻ പിള്ളയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ അവരോധിക്കാൻ കഴിയും. അത്രത്തോളം ശക്തനായ സംഘീബോധമാണ് അയാളെ നയിക്കുന്നത് എന്ന് കളിയാക്കി പറയുന്നുണ്ട് ഇപ്പോൾ ആളുകൾ. അദ്ദേഹത്തെക്കുറിച്ച് ജന്മഭൂമിയുടെ അവസാന പോലെ ഒരു വാർത്ത തരുന്നു. അദ്വൈതാശ്രമത്തിനെതിരെയുള്ള വാർത്തകൾ തെറ്റിദ്ധാരണാജനകം. കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ എന്നിവരെ കുറിച്ച് ചില മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തകൾ തീർത്തും തെറ്റിദ്ധാരണാജനകവുമാണ് എന്ന് ആശ്രമം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ആശ്രമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആക്രമണകാരികൾക്ക് ആശ്രമത്തിൽ താവളമൊരുക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതൊക്കെ പോട്ടെ, ഈ സ്വാമിയുണ്ടല്ലോ,
ഈ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ, അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സംസാരിച്ച് പ്രസംഗിച്ചയാളാണ്. വെറുതെ പറഞ്ഞാൽ പരസ്യമായി പ്രസംഗിച്ചു യുവതികളൊക്കെ കയറട്ടെ. പിന്നെ അത് മാറി, അഭിപ്രായം മാറി, പുത്തരിക്കണ്ടത്ത് വന്ന് വേറെ പ്രസംഗിച്ചു. എന്താ കാര്യം? RSS അഭിപ്രായം മാറ്റി. RSS അഭിപ്രായം മാറ്റിയാൽ സ്വാമിയുടെ അഭിപ്രായവും മാറും. അതായത് സ്വാമി RSS ആണ് എന്നാണ് അർത്ഥം. അത്രയേ പറഞ്ഞുള്ളൂ. RSSകാർക്ക് അഭയം കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനകത്ത് ഇത്ര ഖേദിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഇന്നത്തെ ചിത്രം. ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിന്റെ മാനിഫെസ്റ്റോ നമ്മുടെ ഭരണഘടന തന്നെയാണ്. ഈ ഭരണഘടന തന്നെ വെല്ലുവിളിക്കപ്പെടുമ്പോൾ ഒരു റിപ്പബ്ലിക് ദിനം കൂടി വരുന്നു. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയമാണ്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ റിഹേഴ്സൽ നടക്കുന്ന ഈ സ്റ്റേഡിയത്തിലെ ചിത്രം ഇന്ന് മെട്രോ മനോരമ തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.